ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. വേറെ എവിടെ ചെന്നാലും കിട്ടാത്തൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ മൂലറ്റത്താണ്. നമ്മളെ ഇൻട്രോ ഒക്കെ എടുത്ത അതേ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് താങ്ക്സ് ആണ് പറയാനുള്ളത്. ഞാനാണ് ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മൂലറ്റത്ത് എന്നിട്ട് കാണാം. ഏകദേശം നമ്മളെ മൂലത്തെ ടൗണ് കാര്യങ്ങളൊക്കെ എത്തി. അപ്പൊ ഇവിടുന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ICT സ്കൂള് കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി സ്കൂളൊക്കെ കാര്യങ്ങളൊക്കെ പോലീസൊക്കെയാണല്ലോ. അപ്പൊ ഇവിടെ തൊട്ട് മൊത്തം ഫോറസ്റ്റ് കാര്യങ്ങളാണ്. രണ്ട് സൈഡിലും തേക്ക് ഗ്രൂപ്പാണ്. കാണാനൊക്കെ അടിപൊളിയാട്ടോ രണ്ട് സൈഡിലും. ഇപ്പൊ ക്യാമറ പോയിട്ടാണെങ്കില്ല ഇതുകൂട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ നടുക്കേക്കൊണ്ട് ചെറിയൊരു വഴി. ഇതിലൂടെ ബസ്സൊക്കെ കൊടുത്ത റൂട്ടാട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടം വരെ വരിക, ഇതിന്റെ ഇന്ത്യയിൽ വരിക. എന്നിട്ടാണ് ഇനിയാണെങ്കിൽ നമ്മള് ജസ്റ്റ് ആണെങ്കിൽ തേക്ക് മുമ്പിന്റെ അകത്തേക്ക് ഉണ്ടല്ലോ റോഡ്. അപ്പൊ ചെറിയൊരു റോഡൊക്കെ ഉള്ളൂ. ഇച്ചിരി പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. മണ്ണിട്ട് റോഡാട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞത്. ഇതിന്റെ അകത്തേക്ക് പോയിച്ചിട്ട് റിസ്ക് ആട്ടോ. റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയില്ല, അത്രേ ഉള്ളൂ. ടാറ്റ റോഡാണ്, ഈ മണ്ണിട്ട റോഡാണ്. പിന്നെ പോകാനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇതുപോലെ മണ്ണിട്ട റോഡാട്ടോ മൊത്തം. കുഴപ്പമില്ല, കാറ് എല്ലാം പോകുന്നതാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ സ്പോട്ട് ഏകദേശം എത്താറായി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് ജസ്റ്റ് ഈ കയറ്റം കയറുന്ന സോറി ചെറിയ കയറ്റത്ത് പറയാൻ പറ്റില്ല. അതുപോലെ വഴികളൊക്കെ ഇങ്ങനെയാട്ടോ. മെയിൻ റോഡ് മാത്രമേ ഉള്ളതല്ല, ബാക്കിയെല്ലാ റോഡും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് എല്ലാം പോകുന്നതാണ്. നമ്മളൊന്ന് ഇൻട്രോ ഒക്കെ എടുത്ത അടിപൊളി സ്പോട്ട്. അപ്പൊ ഇതാണ് സ്പോട്ട് കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇവിടെയൊക്കെ വെച്ചാണ് നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പൊ നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്ത് അതേ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. വീണ്ടും അവിടെ തന്നെയാണ് വണ്ടിയിരിക്കുന്നത്. അതേ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊക്കെയാണ്. ഇപ്പൊ മഴയൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് എപ്പോ ഇങ്ങനെ മഴയാണ്. അപ്പൊ മഴയൊക്കെ തോർന്നൊരു ജസ്റ്റ് ടൈം കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ മലയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ കോട വന്ന് പോകുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ചില സമയത്തൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കുട മലയൊന്നും കാണാത്ത രീതിയിൽ ഉള്ള കോട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുൾ വ്യൂ കേട്ടോ. അതിൻ്റെ ഈ 360 ഡിഗ്രി വ്യൂ ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ആ മല നോക്കിയാൽ നല്ല കോട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പെയ്യൂല്ലെന്ന് അറിയത്തില്ല. ഇപ്പൊ ചെറുതായിട്ട് തൂളുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുമ്പം ഒരു വലിയ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ക്യാമറ കൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതേ കാണുന്നതാണ്. ഈ മരങ്ങളുടെ ഇടയ്ക്കടെ ജസ്റ്റ് ഒന്ന് കാണാം. ആ സ്കൂളൊക്കെ കണ്ടില്ലേ, അടിപൊളി സ്കൂളൊക്കെ അല്ലേ. കൃത്യം പോലീസ് നോക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. ഫുൾ മരങ്ങളാ ചുറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെ മലകൾ കാണാം. അങ്ങനെ കോടയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. അടിപൊളി വ്യൂ കേട്ടോ. അപ്പം അതെങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ക്യാമറയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഫുൾ കാട് കാര്യങ്ങളൊക്കെ ആട്ടോ. ഒറ്റയ്ക്കൊന്നും വരില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊക്കെ ഇങ്ങനെ ഡിസ്കുറിച്ച് വരുന്നത് മാത്രം. അവിടെ ഫുൾ മലകൾ കാര്യങ്ങൾ, ഫുൾ കോട ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വന്നപ്പോഴും ഇതിനേക്കാളും ഉണ്ടായിരുന്നു. പണി കുറഞ്ഞു വരുവാണ്. ഇവിടുന്ന് ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ആ മലയിലാണെങ്കിൽ ഈ മലയാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും വ്യൂ ഒരു രക്ഷയില്ല. പിന്നെ ആ മലയിൽ ഇഷ്ടംമാതിരി വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇവിടുന്ന് കുറേ ഇങ്ങനെ വലിയ വ്യൂ ആയതുകൊണ്ട്, വൈഡായിട്ടുള്ള ഇത് വ്യൂ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതുപോലൊരു അടിപൊളി വ്യൂ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും വേറെ കേട്ടോ. വേറെ എവിടെ ചെന്നാലും കിട്ടാത്തൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മോട്ടോ ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.